ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, എൻ്റെ പേര് ശിവംബി ആചാര്യ. എല്ലാവർക്കും ശക്തി അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് ഞാൻ +1 മാത്സിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോസ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡിക്ഷൻ ആയിട്ടല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യത്തിൽ. നമുക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നില്ല. നമുക്ക് ഒരു 60-ൽ 40 മാർക്സ് വരണമെങ്കിൽ ആക്ച്വലി നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ എൻ്റെ ശക്തി അക്കാഡമി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഫോളോ ചെയ്യാം. അതിൽ ലിങ്ക് ഞാൻ വിട്ടുകൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തൊക്കെയാണോ വീഡിയോസിൽ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഓരോ നോട്ട്സും നിങ്ങൾക്ക് അതിലേക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലസ് ഫോർമുല ഷീറ്റ്, ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടാകും. അതിൽ എയും ബിയും സെറ്റ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ യൂണിയൻ ബി കാണാനാണ്. എ യൂണിയൻ ബി കാണാൻ പറയുമ്പോൾ എയിലും ബിയിലും എന്തൊക്കെയാണോ നമുക്ക് നമ്പേഴ്സ് തന്നേക്കുന്നത് അത് സെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, സെറ്റ് എ തന്നിട്ടുണ്ട്, സെറ്റ് ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ യൂണിയൻ ബി കാണാൻ പറയുമ്പോൾ എയിലും ബിയിലും എന്തൊക്കെയാണോ സെറ്റ് കൊടുത്തേക്കുന്നത് അതെടുത്ത് നിങ്ങൾ എഴുതണം നമ്പേഴ്സ്. ഓക്കെ, ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എ സെറ്റിലും ബി സെറ്റിലും എന്തൊക്കെയാണോ കോമൺ ആയിട്ട് വരുന്നത് അതെടുത്ത് വേണം സെറ്റിൻ്റെ ഉള്ളിൽ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതണം. യൂണിയൻ എന്ന് പറയുമ്പോൾ സെറ്റ് എയിലും ബിയിലും എന്താണ് തന്നേക്കുന്നത് അതെടുത്ത് എഴുതണം. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരും. പിന്നെ അതിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് എ ക്രോസ് ബി കാണാൻ. അപ്പോൾ എ ക്രോസ് ബി കാണാൻ പറയുമ്പോൾ എയിലുള്ള ഏതൊക്കെയാണോ സെറ്റ് നമ്പേഴ്സ് തന്നേക്കുന്നത് ആ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് നമ്മൾ എന്താക്കും? ബി എന്ന് പറയുന്ന സെറ്റ് നമ്പേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പറയുന്ന കാര്യം മനസ്സിലാക്കുക. എ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് കൊടുത്തേക്കുന്നത് അതാണ് ബി എന്ന് പറയുന്ന സെറ്റായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മളോട് പറയാം എ മൈനസ് ബി കാണാനാണ്. എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ കാണാൻ പറയുമ്പോൾ സെയിം നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പറഞ്ഞില്ലേ, അതേപോലെ എന്ന് ബി കുറക്കുക, ബിന്ന് എ മൈനസ് ചെയ്യാൻ പറയുമ്പോൾ ബി സെറ്റിന്ന് എ സെറ്റ് കുറക്കാം. ഓക്കെ, സോ ബിന്ന് എ സെറ്റ് കുറക്കുക എന്ന് പറയുമ്പോൾ സെറ്റ് ബിയിൽ എന്തൊക്കെയാണ് നമ്പേഴ്സ് കൊടുത്തേക്കുന്നത്, സെറ്റ് എയിൽ എന്തൊക്കെയാണ് നമ്പേഴ്സ് കൊടുത്തേക്കുന്നത് അതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ വെട്ടാം. എന്നിട്ട് ബി സെറ്റിൽ എന്താണുള്ളത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് അതെടുത്ത് എഴുതാം. എയിൽ എഴുതാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ഒക്കെ ഇന്ന് എക്സാമിൽ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എ കോംപ്ലിമെൻറ്റ് നിങ്ങളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ സെറ്റ് ഓഫ് ഓൾ യൂണിവേഴ്സൽ നമ്പേഴ്സിൽ നിന്ന് എന്താക്കുക? എ നമ്പേഴ്സ് മൈനസ് ചെയ്യാം. എന്നിട്ട് ഏതാണ് യൂണിവേഴ്സിൽ വരുന്നത് അതെടുത്ത് നിങ്ങൾ എഴുതണം. ഓക്കെ, അതേപോലെ സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഐ തിങ്ക് ഇന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ട് വരും. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് വരാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 12 ലെസ്സർ ദാൻ 6. അപ്പോൾ നിങ്ങൾ എന്താക്കണം? ആ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് 6,12 എഴുതിയിട്ട് അവിടെ മാർക്ക് ചെയ്യണം. അതാണ് നിങ്ങൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ. അധികം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് വരുന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്രോസ് ബി കാണാനാണ്. എ ക്രോസ് ബി കാണാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഷുവറായിട്ട് വരാൻ പറ്റിയത് ഇഫ് ജി ഈസ് ഈക്വൽ ടു 7,8 ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു 5,4,2 ദെൻ ഫൈൻഡ് ജി ക്രോസ് എച്ച്. അപ്പോൾ ജി ക്രോസ് എച്ച് കാണാൻ പറയുമ്പോൾ ജി എന്ന് പറയുന്ന സെറ്റ് 7,8 തന്നിട്ടുണ്ട്. അതേപോലെ എച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 5,4,2 തന്നിട്ടുണ്ടാകും. അത് വെച്ച് നിങ്ങളോട് കാണാൻ പറയും. അപ്പോൾ കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക? ഈ പറയുന്ന 7നെ 542 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്താൽ, അതേപോലെ 8നെ 542 കൊണ്ട് സെറ്റാക്കിയിട്ട് എഴുതാം. എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? നിങ്ങൾ 7,5 7,4 7,2 പിന്നെ 8 കൊണ്ട് ചെയ്യുക. അപ്പോൾ 8,5 8,4 8,2 ഇതാണ് അതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും ഷുവറായിട്ട് വരാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, ഇതെന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണും. ഏതാണ് ക്വസ്റ്റ്യൻ? ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ -1,1 ഫൈൻഡ് എ ക്രോസ് എ. സെയിം സെറ്റിനെ സെയിം സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസിങ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് ഷുവറായിട്ട് എക്സാമിന് കാണും. -1,1 സെറ്റ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഒത്തിരി ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ എന്താക്കുക? ഫസ്റ്റ് -1നെ 1 കൊണ്ട് പെയർ ചെയ്യുക, -1നെ -1 കൊണ്ട് പെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സെറ്റ് എങ്ങനെയായിരിക്കും? -1, -1 -1 1, -1 1, അപ്പോൾ -1 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ -1 2 പ്രാവശ്യം എഴുതാം, +1 2 പ്രാവശ്യം എഴുതാം, പിന്നെ -1 1 എഴുതാം, 1 -1 എഴുതാം.
മനസ്സിലായാലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സയൻസ് മാറ്റിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമെയിനും റേഞ്ചും കോ ഡൊമെയിനും കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ അതിൻ്റെ ഒരു ട്രിക്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ കിട്ടുന്ന ആ ഒരു എടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഡൊമെയിൻ നമ്പേഴ്സ് ആയിരിക്കും, അപ്പുറത്ത് കിട്ടുന്ന ഇമേജ് നമ്പേഴ്സ് നമ്മുടെ റേഞ്ച് ആയിരിക്കും. അതിന് നടുക്ക് നമ്മൾ എന്താക്കുന്നു, ഡൊമെയിനും റേഞ്ചിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ട് എന്താക്കും, കോ ഡൊമെയിൻ എടുത്ത് എഴുതും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൂടുതലായിട്ട് എക്സാംസ് ചോദിക്കാം. പിന്നെ അതുപോലെ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ, ഇന്ന് എനിക്ക് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സും ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സും എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സും എഫ് മൈനസ് ജി ഓഫ് എക്സും എഫ് ക്രോസ് ജി ഓഫ് എക്സും എഫ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സും, അതായത് 4 റൂൾസ്, എഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ റൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആൻസർ കാണാൻ പറയും. അതും ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിരുന്നു, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ട്രിഗ്നോമെട്രി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സമയത്ത് ട്രിഗ്നോമെട്രി നോക്കാൻ നിൽക്കരുത്, ബിക്കോസ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അതിന് പല ട്രിക്സും പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് സൈനും കോസും ടാനും കോസിക്ക് സീക്ക് കോട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. സോ ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ട്രിഗ്നോമെട്രി ഒഴിവാക്കുക, ട്രിഗ്നോമെട്രി നോക്കണ്ട. ബട്ട് ട്രിഗ്നോമെട്രിയുടെ കാര്യത്തിൽ ഞാൻ ചെറിയൊരു ട്രിക്ക് എന്തായാലും കൊടുത്തിട്ട് പോകാം. ഇന്ന് അഥവാ സൈൻ 75 കാണാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ, സൈൻ 75 കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക, സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എടുക്കുക. 45 30 ഡിഗ്രിയുടെ സ്റ്റാൻഡേർഡ് റൂൾ നിങ്ങൾ അറിയായിരിക്കുമല്ലോ, ആ സ്റ്റാൻഡേർഡ് ബോക്സ് റൂട്ട് 2/1 ഒക്കെ എഴുതുന്നത് അല്ലെങ്കിൽ 1/√2 എഴുതുന്നത്. അത് വെച്ചിട്ട് എന്താക്കുക, വാല്യൂസ് പുട്ട് ചെയ്യുക, ആൻസർ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇന്ന് മെയിനായിട്ട് എക്സാമിന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മോഡ് ജി കാണാൻ വരും, അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് സെറ്റ് തന്നെയാണ് കേട്ടോ, മോഡ് സെറ്റ് കാണാൻ വരും. അല്ലെങ്കിൽ നിങ്ങളോട് പറയാം ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഗിവൺ സെറ്റ് എന്താണോ നമുക്ക് തന്നേക്കുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് കാണാൻ പറയും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നു, ലെറ്റ് ആബ്സല്യൂട്ട് സെറ്റ് is equal to z is equal to 3 minus 4i. 3 minus 4i എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നു, ഒരു എന്താണ് ഇക്വേഷൻ തന്നു, അതിൻ്റെ മോഡ് ജി കാണാൻ പറഞ്ഞു. അപ്പോൾ മോഡ് ജി അല്ലെങ്കിൽ മോഡ് സെഡ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അതിൻ്റെ ഫോം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 3 minus 4i എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, അതിലെന്താക്കുക, ഇതിലേക്ക് പുട്ട് ചെയ്യുക, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ എടുക്കുക. സോ റൂട്ട് ഓഫ് 9 + 16 ഈക്വൽ ടു നിങ്ങൾക്ക് 5 കിട്ടും. ഇതിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കാണാം, സെഡ് ബൈ മോഡ് സി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 minus 4i ബൈ നിങ്ങൾ 5ൻ്റെ സ്ക്വയർ എടുക്കുക, 25 കിട്ടും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സിൻ്റെ അർത്ഥം അത് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്തത്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ 3/25 - 4i/25 ആ രീതിയിലാണ് വരുന്നത്. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോപ്പിക്ക് നിങ്ങൾ വാട്സപ്പ് ചാനൽ വഴി ചോദിച്ചാൽ മതി, നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഓക്കെ, പിന്നെ അധികം വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരുന്നുണ്ട്, ഏതാണ് കോൺജുഗേറ്റ് കാണാൻ പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് 3 - 4i തന്നതാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് പ്ലസ് ആയിരിക്കും, 3 + 4i എഴുതിയാൽ മതി. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ട്രിക്കായിരുന്നു. സോ ലീനിയർ ഇനിക്വാളിറ്റീസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ലീനിയർ ഇനിക്വാളിറ്റീസിന് ഗ്രാഫും വരാറുണ്ട്. ഓക്കെ, സോ ലീനിയർ ഇനിക്വാളിറ്റീസിന് മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, 4x + 3 > 6x + 7. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, സോൾവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താക്കുക, ഫസ്റ്റ് എക്സ് ടേംസിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോവുക, എക്സ് അല്ലാത്ത ടേംസിന് എന്താക്കുക അങ്ങോട്ട് കൊണ്ടുപോകുക, കോൺസ്റ്റൻറ്റ് ടേംസിന് അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് എന്താക്കുക, ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സിന് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സിന് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. എങ്ങനെ ചെയ്യുക, 4x + 3 > 6x + 7 കൊടുത്തേക്കുന്നത്. അപ്പോൾ 6xന് ഫസ്റ്റ് 4xന് ഭാഗത്ത് കൊണ്ടുപോവുക, 3നെ നമ്മൾ 7ൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x - 6x > 7 - 3 കിട്ടും. അപ്പോൾ 4ന്ന് 6 ഓർക്കുമ്പോൾ -2 ആണെന്ന് അറിയാം. അപ്പോൾ -2 ഈസ് > 4. 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് തന്നെയായിരിക്കും, നെഗറ്റീവ് സൈന് ചേഞ്ച് ആവില്ല, പ്ലസ് ആവില്ല. സോ ബിക്കോസ് അത് മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ടാണ്, അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തല്ല പോകുന്നത്, ലെസ്സർ അപ്പുറത്തേക്കാണ് പോകുന്നത്. ലെസ്സർ ദാനും ഗ്രേറ്റർ ദാൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകുമ്പോൾ അവിടെ മൈനസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ എന്താ വരിക, എക്സ് > 4/-2 ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് ആൻസർ -2 തന്നെ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ n ഫാക്ടോറിയൽ നിങ്ങൾക്ക് കാണാൻ അറിയാം. n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് 10 ഫാക്ടോറിയൽ / 8 ഫാക്ടോറിയലിന്
ആൻസർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക, മുകളിൽ കൊടുത്തിരിക്കുന്ന 10 ഫാക്ടോറിയലിനെ 10 ഫാക്ടോറിയൽ അത് എന്താക്കുക 10 × 9 × 8 ഫാക്ടോറിയൽ എഴുതാം. എന്ത് ചെയ്താൽ 10 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10 × 9 × 8 ഫാക്ടോറിയൽ. എന്നിട്ട് മുകളിലുള്ള 8 ഫാക്ടോറിയലും താഴെയുള്ള 8 ഫാക്ടോറിയലും നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. മീൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്ന 8 ഫാക്ടോറിയൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 10 × 9 19 എഴുതിയാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ ട്രിക്സ് ആണ്. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ വേറെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ് വേർഡ് ഇൻ ഡോട്ടർ മാത്തമാറ്റിക്സ് കുറേ വേർഡ്സ് തന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ പറയും, മലയാളം എന്നൊക്കെ വേർഡ്സ് തന്നിട്ട് അതിൽ പെർമ്യൂട്ടേഷൻസ് നമ്പേഴ്സ് കാണാൻ പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, പെർമ്യൂട്ടേഷൻസ് നമ്പർ കാണാം. ബട്ട് പെർമ്യൂട്ടേഷൻ നമ്പർ ഏതും ഇപ്പോൾ ഡോട്ടർ DAUGHTER അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും വരുമ്പോൾ ഒരൊറ്റ വറ്റ നിങ്ങൾ എന്താക്കാൻ പാടുള്ളൂ, തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, ഒരൊറ്റ വട്ടം. ഓക്കെ, 2 പ്രാവശ്യം അതുണ്ടെങ്കിൽ അത് 2 കണക്ക് കൂട്ടാൻ പാടില്ല. ഓക്കെ ഡൺ. അപ്പോൾ ഡോട്ടർ എന്ന് പറയുമ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, D1 AU, പിന്നെ എന്താണ് 3, H എന്ന് പറയുമ്പോൾ 4 അല്ലേ, TER. അപ്പോൾ ടോട്ടൽ അവിടെ 8 ലെറ്റേഴ്സ് അവിടെയായി. അപ്പോൾ ആ ടോട്ടൽ നമ്പേഴ്സ് എത്രയായിരിക്കും, 8 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്മൾ എന്ത് പറയും, 8 ഫാക്ടോറിയൽ പറയും. 8 ഫാക്ടോറിയൽ നിങ്ങൾ അറിയാലോ, ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, 8 ഫാക്ടോറിയൽ നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. നിങ്ങളിങ്ങനെ 8 × 7 × 6 × 5 × 4 × 3 × 1 ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ചെയ്യാൻ നിൽക്കരുത്, സമയം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിക് സെക്ഷൻസ് പറയുന്നതിന് മുന്നേ ഞാൻ കോമ്പിനേഷൻ്റെ ഒരു ഇതും കൂടി പറഞ്ഞുതരാം. കോമ്പിനേഷൻ സെലക്ഷൻസ് നിങ്ങൾക്ക് വരും. കോമ്പിനേഷൻ സെലക്ഷൻ വരുമ്പോൾ നിങ്ങൾ എന്താക്കുക, NCR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഹോൾ ഫാക്ടോറിയൽ. അത് വെച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് വരാം. സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് സർക്കിളിൻ്റെ 2 പോയിൻറ്റ്സ് തന്നിട്ട് അതിൽ നമ്പർ ഓഫ് കോഡ്സ് എത്രയാണെന്നോ അല്ലെങ്കിൽ ഈ ബോയ്സും ഗേൾസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 2 boys and 3 girls ആർ സെലക്റ്റഡ് ഫ്രം 4 boys and 5 girls? 2 ബോയ്സും 3 ഗേൾസും 4ഉം 5ഉം ബോയ്സും ഗേൾസും എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു ക്ലാസ് റൂം തന്നിട്ടുണ്ട്, അതിൽ 4 ബോയ്സും ഉണ്ട്, 5 ഗേൾസും ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 ബോയ്സും 3 ഗേൾസിനാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുക? സെലക്ഷൻ ഇങ്ങനെ വരാം. ടോട്ടൽ സെലക്ഷൻ ഈസ് ഈക്വൽ ടു 4C2 × 5C3 എഴുതാം. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. നേരെ കാൽക്കുലേറ്റർ വാല്യൂ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് മെയിനായിട്ട് വരും. ബൈനോമിയൽ തിയറം ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്യാണ്, പഠിക്കാതെ കുറേ പിള്ളേരൊക്കെ ഉണ്ടാകും. സീക്വൻസ് ആൻഡ് സീരീസ് ഞാൻ അത്രേ പറയുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് വരുന്നത് അത് നിങ്ങൾ നോക്കാം. സീക്വൻസ് ആൻഡ് സീരീസിൽ മെയിനായിട്ട് എന്താ വരിക, സമ്മ് കാണാനുള്ള ഇക്വേഷനാണ്. സം ഈസ് ഈക്വൽ ടു SN/A R⁻n−1 ഡിവൈഡ് ബൈ R−1. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സമ്മ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിൽ ഫൈൻഡ് ദ സം ഓഫ്, എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ എന്ന് വരാൻ പറ്റിയത് 8 + 88 + 888 + 8888 എന്ന് പറഞ്ഞിട്ട് n ടേംസ് വരെ തന്നിട്ടുണ്ടാകും സീക്വൻസ്. എന്നിട്ട് അതിൻ്റെ nth ടേം കാണാൻ പറയാം, അല്ലെങ്കിൽ സമ്മ് കാണാൻ പറയാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഞാൻ ആൻസറും ക്വസ്റ്റ്യൻ അതിലേക്ക് വിട്ടുതരാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് സ്ട്രേറ്റ് ലൈൻസ് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അതിൽ സ്ലോപ്പ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ലൈന് തന്നിട്ട് XY തരും, അല്ലെങ്കിൽ MN തരും, 2 പോയിൻറ്റ്. ആ 2 പോയിൻറ്റ് സ്ലോപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ സ്ലോപ്പ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ, tan θ അല്ലേ. M = എന്താണ്, y2 - y1/x2 - x1. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ലോപ്പിലുള്ള പോയിന്റ് കാണാൻ പറയും. ഒരു വര തന്നിട്ട്, ഒരു ലൈന് തന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുന്നു, y - y1 ഓക്കെ ഈക്വൽ ടു M × x2 - x1 അല്ലേ. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് y2 - y1 ഈക്വൽ ടു M × x2 - x1. 2 പോയിൻറ്റ്സ് x1ഉം x2 വെച്ചിട്ടുള്ള 2 പോയിൻറ്റ്സ് എന്നാണെങ്കിൽ ഓക്കെ. സിമിലർലി അവിടെ ഒരു ജനറൽ ഫോം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ജനറൽ ഫോം എന്താണ്, y - y1 ഈക്വൽ ടു M × x - x1, 2 പോയിൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് വിട്ടുതരാം. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ചോദിക്കുന്നത് ഇൻ്റർസെപ്റ്റ് ഫോംസ് നിങ്ങളോട് ചോദിക്കാം. ഇൻ്റർസെപ്റ്റ് ഫോം വേറൊന്നുമല്ല, x/a + y/b = 1. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് x ഇന്റർസെപ്റ്റ് 3 ആൻഡ് y ഇന്റർസെപ്റ്റ് 4. അപ്പോൾ ഒന്നും ചെയ്യണ്ട, A 3 ആണ്, B 4
4 പറയാം. x/a + y/b = 1. അപ്പോൾ x/3 + y/4 = 1 വരും. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും കേട്ടോ. എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് 3 എന്ന് പറഞ്ഞു, y ഇൻ്റർസെപ്റ്റ് 4 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3ഉം 4 എന്താക്കുക, എയും ബി ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ x/3 + y/4 = 1 നമുക്ക് കിട്ടി. അത്രയേ ഉള്ളൂ ആൻസർ. സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ചില ആൾക്കാർ ഞാൻ കണ്ട് സിംപ്ലിഫൈ ചെയ്തൊക്കെ ആൻസർ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. എന്ത് സിംപ്ലിഫിക്കേഷൻ അവിടെ ഉള്ളത്? ഓക്കെ, കോണിക് സെക്ഷനിൽ ഞാൻ പോവുകയാണെങ്കിൽ കോണിക് സെക്ഷനിൽ സെൻറ്റർ കാണാൻ പറയും 6. അപ്പോൾ 6 കാണാൻ പറയുമ്പോൾ 6 എന്താണ്, നമ്മുടെ സർക്കിളിൻ്റെ ആ ഒരു റേഡിയസ് ആണല്ലേ, റേഡിയസ് ഓഫ് ദ സർക്കിളാണ് അവിടെ 6 എന്ന് പറയുന്നത്. അപ്പോൾ 6 കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, √g² + f² - c. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യിക്കും, നമ്മളോട് ഈ 6 കാണാൻ, 6 എന്ന് പറയുമ്പോൾ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ പറയും. ഇതിന്ന് ഷുവറായിട്ട് വരും കേട്ടോ. r = √g² + f² - c. അതിൻ്റെ ക്വസ്റ്റ്യനും കൂടി ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഒരു എന്താണ് ചാപ്റ്ററാണ് ഈ പറയുന്ന 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, 2 പോയിന്റ് തന്നിട്ടുണ്ടാകും. ആ 2 പോയിന്റ് തന്നിട്ട് നിങ്ങളോട് ഡിസ്റ്റൻസ് കാണാൻ പറയും. ഇതൊക്കെ 10ാം ക്ലാസ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. √x2 - x1² + y2 - y1² + z2 - z1². 3 പോയിന്റ് തന്നിട്ടുണ്ടാകും. x1 y1 z1, അപ്പുറത്തും 3 പോയിന്റ് തന്നിട്ടുണ്ടാകും, x1 y1 z, x2 y2 z2. ആ 2 പോയിന്റ്സ് തന്നിട്ട് അതിന് എന്താക്കാം, ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, റൂട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. എന്താ ചെയ്യുക, √x2 - x1 + y2 - y2 എന്താണ് +z2 - z1². അത്രയേ ഉള്ളൂ. ഓക്കെ, ഡൺ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് ആൻഡ് ഡെറിവേഷൻ ആണ്. ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ സമയത്ത് പഠിക്കാനിരിക്കരുത്, എല്ലാം കൂടി തലയെ ചൊറയാക്കരുത്. ഓക്കെ, സോ നിങ്ങൾ പ്രിൻസിപ്പിൾ പഠിച്ച് വെച്ചില്ലെങ്കിൽ സാരമില്ല, ജസ്റ്റ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. അതായത് എക്സിന് 3 വാല്യൂ കൊടുക്കുക, 2 വാല്യൂ കൊടുത്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുന്നില്ലേ, അത് 2 മാർക്കിന് അവിടെ നിങ്ങൾ എഴുതിയാലും മതി, ബാക്കി ഡിറൈവ് ചെയ്യാൻ നിൽക്കണ്ട. ഇൻ കേസ് പഠിച്ചില്ലെങ്കിൽ വെറുതെ പഠിക്കാൻ നിൽക്കണ്ട, കാരണം അത് അത്രയും ടഫൊന്നുമല്ല. ബട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് സമയത്ത് ഇത്രയും പഠിക്കാമെന്ന് പറഞ്ഞാൽ ഓവർ ബേർഡൻ ആവും. ലാസ്റ്റ് നിങ്ങൾ എക്സാമിൽ പഠിച്ചതും കൂടി മറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണോ പഠിച്ചു പോയത് അത് മതി, അത് വെച്ച് നിങ്ങൾ എന്താക്കുക, സ്കോർ ചെയ്യാം. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും സാരമില്ല, ബാക്കി ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയും. ഓക്കെ, ശരി. മാത്സ് അങ്ങനെയാണല്ലോ. പിന്നെ പ്രോബബിലിറ്റി വിടാൻ പാടില്ല. പ്രോബബിലിറ്റിന് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് P of A, P of B, P of A union B, P of Aയും P of Bയും P of A ഇൻ്റർസെക്ഷൻ B തരും, എന്നിട്ട് P of A union B കാണാൻ പറയും. ഇത് +2കാരും കൂടി കേൾക്കുന്നതാണെങ്കിൽ +2കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതേ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ +2ലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന പിള്ളേരാണെങ്കിലും +1 ബോർഡ്സ് ചെയ്യുന്ന എക്സാം ആണെങ്കിലും നിങ്ങൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. P of Aയും P of Bയും തന്നിട്ടുണ്ട്, P of A union ഇൻ്റർസെക്ഷൻ Bയും തന്നിട്ടുണ്ട്, P of A union B കാണാൻ പറഞ്ഞു. അപ്പോൾ P of A union B കാണാൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന P of Aനെയും P of Bനെയും ആഡ് ചെയ്യുക, എന്നിട്ട് P of A ഇൻ്റർസെക്ഷൻ Bനെ മൈനസ് ചെയ്യുക. അതായത് P of A + P of B - P of A ഇൻ്റർസെക്ഷൻ B. അതാണ് P of A union Bൻ്റെ ആൻസർ വരുന്നത്. പിന്നെ നിങ്ങളോട് അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടി വരാം. അതേതാ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ P of A കാണാൻ പറയും. P of A കാണാൻ പറയുമ്പോൾ P of A എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി. അതായത് നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ട് ഇത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, ഇത്ര റെഡ് ബീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ പറയും. അപ്പോൾ ഒന്നുമില്ല, ടോട്ടൽ എത്രയാണോ ബീഡ്സ് ഉള്ളത് അത് എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര ബ്ലാക്ക് എടുക്കാൻ പറ്റി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബോക്സിൽ 8 ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, 8 വൈറ്റ് ബീഡ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബീഡ്സ് അവിടെ എത്രയായി, 8 + 8 16. അപ്പോൾ നിങ്ങളോട് വൈറ്റ് ബീഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിക്കും, അല്ലെങ്കിൽ സാധ്യത എത്രയെന്ന് ചോദിക്കും, നിങ്ങൾ എന്താക്കും, 8/16 ആയിരുന്നു, അതായത് 1/2. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഡൺ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഏതൊക്കെയാണ്, ഏതെങ്കിലും ഒരു മീൻ ഡീവിയേഷൻ തന്നിട്ട്, ഒരു ഡാറ്റ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. സോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാൻ. ആക്ച്വലി എൻ്റെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബോർഡ് മേലൊക്കെ എഴുതിയിട്ട് നല്ല രസകരമായിട്ട് എഴുതാനാണ്. ബട്ട് സമയം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ക്ലാസ് കഴിയാൻ തന്നെ ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈൻ നമുക്ക് ക്ലാസ് ഇവിടെ ട്യൂഷൻസ് നടക്കുന്നതുകൊണ്ട്. പിന്നെ പെട്ടെന്നാണ് കുട്ടികൾ വിളിക്കുന്നത്, സാർ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും അയക്കും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് അയക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഷുവർ ഞാൻ +2സിൻ്റെ വീഡിയോസ് വരുമ്പോൾ ഇങ്ങനെയും വരും, പ്ലസ് ഞാൻ മാത്സിൻ്റെ വീഡിയോസും ബാക്കി ഫിസിക്സിൻ്റെ വീഡിയോസും കെമിസ്ട്രി വീഡിയോസ് വരുമ്പോൾ ബോർഡ് മേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കറക്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.
ഇങ്ങനത്തെ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഉണ്ടാക്കിയതിന് സോറി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വരാം. പിന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട അതാണെങ്കിൽ വീഡിയോ, അതേപോലെ മോട്ടിവേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.